നമ്മുടെ ഈ കൊച്ചു ബുദ്ധി വെച്ച് മാർപ്പാപ്പായ കുർബാനയെല്ലാം പഠിപ്പിക്കാൻ പോകരുത്. വിശ്വാസത്യങ്ങൾ വ്യാഖ്യാനിക്കരുത്. അറിയത്തില്ലാത്ത ബൈബിൾ സ്വന്തമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. അറിവില്ലെങ്കിൽ നമ്മൾ മൗനം പാലിക്കണം. പലപ്പോഴും പുറത്തു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, മുറിവൈദ്യന് ആളേക്ക് വരുന്ന പോലെ ABCD M വരെ പഠിച്ചിട്ട് എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മൊത്തം അറിയത്തില്ല, എങ്കിലും ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അത് ശരിയല്ലല്ലോ. അപ്പം അതാണ് അഹന്ത എന്നൊക്കെ പറയുക. അവിടെയാണ് പറയുക ബുദ്ധിക്കപ്പുറത്തേക്ക് വളരുക. ചില കാര്യം എനിക്ക് ഇത്രയേ പറ്റുക, ഞാൻ സുല്ലിടണം, അതിനപ്പുറം തമ്പുരാൻ്റെ ലോകമാണ്, അത് വെറുതെ വിട്ടുകൊടുക്കണം. ആ ലോകത്തേക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ചില മനുഷ്യരുടെ വലിയ ടെൻഷനാണ്, യുദാസ് സ്വർഗത്തിൽ പോയോ നരകത്തിൽ പോയോ എന്ന് പറഞ്ഞാൽ വലിയ കഞ്ഞിപ്രശ്നമല്ലേ യുദാസ് എവിടെ പോയെന്നുള്ളത്. ഇങ്ങനെ തൊഴിലില്ലാത്ത ചിന്തകൾ നടക്കുന്ന തൊഴിലില്ലാ കമ്പനികളെ കാണാം എവിടെ ചെന്നാലും. അത് നമ്മുടെ ലോകമല്ല, അത് തമ്പുരാൻ്റെ ലോകം. യുദാസ് സ്വർഗവും നരകവും ദൈവം നിശ്ചയിക്കും. ഞാൻ ഭൂമി നരകം ഉണ്ടാക്കാതെ ജീവിക്കാൻ പഠിച്ചാൽ മതി. അതല്ലേ ജീവിതം എന്ന് പറയുക. അപ്പം അവിടെയാണ് പറയുക ബുദ്ധിക്കപ്പുറത്തേക്കുള്ള വളർച്ച, അതാണ് വിശ്വാസം. 5, വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തമ്പുരാന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ് വിശ്വാസം. ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്നതാണ് വിശ്വാസം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു ഇസഹാക്ക്. ആ ഇസഹാക്കിനെ പോലും തമ്പുരാന് ബലി കൊടുക്കുവാൻ അബ്രാഹാം മനസ്സ് കാണിച്ചു. ദൈവത്തിന് വേണ്ടി ബലി കൊടുക്കുവാൻ അബ്രാഹാം മനസ്സ് കാണിച്ചു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് പലതും ദൈവം ചോദിക്കുമ്പം അത് കൊടുക്കുമോ ഇല്ലയോ, അവിടെയാണ് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് അറിയപ്പെടുക. സുന്ദരി ഭാര്യ, മിടുക്കൻ ഭർത്താവ്, സമർത്ഥരായ മക്കൾ, രുചിയുള്ള ഭക്ഷണം, നല്ല ദഹനശേഷി, ഒന്നിനൊരു കുഴപ്പമില്ല. അപ്പം നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അസ്വസ്ഥരാകുമോ? അതുകൊണ്ടാണ് പറയുക ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം എന്നാണ് പറയുക. ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം. കൊച്ചു കൊച്ചു ടെൻഷൻ വരുമ്പം നമ്മൾ അസ്വസ്ഥരാകുന്നെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നമ്മളാരും വളർന്നവരല്ല. ഇവിടെ നമ്മുടെ ശിഷ്യന്മാരെ പോലെ പ്രാർത്ഥിക്കണം, കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ബുദ്ധി കൊണ്ട് പറ്റിയാൽ, വായന കൊണ്ടില്ല, ദൈവം തന്നാലേ ഉള്ളൂ. അവിടെ പറയണം കർത്താവായ യേശുവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവത്തിലും വിശ്വസിക്കണം, ഒപ്പം പരസ്പര വിശ്വാസം, രണ്ടും പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മറ്റുള്ളവരെയും വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് ദൈവത്തോട് വിശ്വസത കാണിക്കണം, മനുഷ്യരോടും വിശ്വസത കാണിക്കണം. TN ശേഷൻ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനായിരുന്ന കാലഘട്ടം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അദ്ദേഹം വന്നു. അപ്പോൾ തൊട്ടടുത്ത് ക്ഷേത്രം പണിയുന്ന ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ 5 പേര് വന്ന് പറഞ്ഞു, അടുത്ത് ഇവിടെ ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്, അതിന് ഇപ്പം അദ്ദേഹത്തിന് മനസ്സിലായി സംഭാവനയ്ക്ക് വന്നതാണ്. TN ശേഷൻ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ നിന്ന് 500 രൂപയുടെ നോട്ടെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ സംഭാവന. അപ്പോൾ അവരെഴുതി 500 rupees റിസീവ്ഡ് ഫ്രം TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഡൽഹി. ഈ റെസിപ്റ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞു രസീത് വേണ്ട. അതെന്നാന്ന് ചോദിച്ചു. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, അതെൻ്റെ വിശ്വാസമാണ്. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല, അതെൻ്റെ വിശ്വാസമാണ്. പിന്നെ എന്തിനാണ് ഞങ്ങളെ കൂടെ കഷ്ടപ്പെട്ട് ഈ രസീത് എഴുതിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ദൈവത്തിൻ്റെ നാമത്തിൽ പിരിക്കുന്നവർക്ക് ഒരു കണക്ക് വേണം, അതുകൊണ്ട് റെസിപ്റ്റ് ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു വിശ്വാസം 2 മുഖങ്ങളാണ്. ദൈവത്തിലുള്ള വിശ്വാസം, അതേസമയം മനുഷ്യൻ അവൻ്റെ ഡ്യൂട്ടിയോട് വിശ്വസ്തത കാണിച്ചിരിക്കുകയും വേണം. ഇതാണ് വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭർത്താവ് ഭാര്യയോടും മക്കളോടും വിശ്വസ്തത കാണിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭാര്യ ഭർത്താവിനോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്തത കാണിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ സഭയോടും സഭയുടെ നിയമങ്ങളോടും വിശ്വസ്തത പാലിക്കും. ഇതെല്ലാം കൂടെ ചേരുന്ന വിശ്വാസം. എങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്നവർക്ക് 5 അടയാളങ്ങളുണ്ട്. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ. വിശ്വസിക്കുന്നവരുടെ 5 അടയാളങ്ങൾ. 1, വിശ്വസിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം, 1, വിശ്വസിക്കുന്നവർ പിശാചിനെ ബഹിഷ്കരിക്കും. അതാണ് പറയുക. യേശു പറയുന്നു, അവസാന കമാൻഡ്മെൻ്റ് കൊടുക്കുകയാണ്, വിശ്വസിക്കുന്നവർ പിശാചിനെ ബഹിഷ്കരിക്കും. പല ആൾക്കാരുടെ ഓർമ്മ, ചില അച്ഛന്മാർ ധ്യാനിപ്പിക്കുന്നവർ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ഉള്ളിലെ പിശാച് പോവും. അതല്ല ബൈബിളിൻ്റെ വ്യാഖ്യാനം. വിശ്വസിക്കുന്നവർ ആദ്യം ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിക്കും. എൻ്റെ ഉള്ളിലെ വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, പരദൂഷണം പറയുക, നാക്കിൻ്റെ ദുരുപയോഗം, തിന്മയുടെ ഫോൺ വിളി, ദുഷിച്ച കത്തെഴുത്തുകൾ, പൈശാചിക സ്വഭാവങ്ങളെ മുഴുവൻ ഞാൻ കളയണം. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഉള്ളിലെ പൈശാചിക സ്വഭാവങ്ങളെ ബഹിഷ്കരിക്കണം. അവർ പിശാചികളെ ബഹിഷ്കരിക്കും. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. നമ്മളോർക്കും
ധ്യാനം കൂടിയ ആൾ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് പുതിയ ഭാഷ, അല്ലെങ്കിൽ പുതിയ രീതിയിൽ ഒരു പുതിയ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങുന്നു. ഇല്ല, വിശ്വസിക്കുന്നുള്ള പുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഭാര്യയോട് വാ പൊളിച്ചാൽ തെറി പറയുന്ന ഭർത്താവ് ഇന്നു മുതൽ സ്നേഹത്തിൻ്റെ ഭാഷ. ഇന്നലെ വരെ ഭർത്താവിനോട് തട്ടിക്കയറുന്ന ഭാര്യ ഇന്നു മുതൽ ഒരു വിനയത്തിൻ്റെ ഭാഷ. ഇന്നലെ വരെ കോപിക്കുന്നവർക്ക് ഇന്ന് ആത്മസംയമനത്തിൻ്റെ ഭാഷ. ഇന്നലെ വരെ എടുത്തു ചാടുന്നവർക്ക് ഇന്ന് സ്വയം നിയന്ത്രണത്തിൻ്റെ ഭാഷ, ഒരു പുതിയ ഭാഷ. ഒരു മനുഷ്യൻ കൊളത്തുവയിൽ ധ്യാനം കൂടാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ധ്യാനം കൂടാൻ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിക്കൽ 3 താടിമീശക്കാരുടെ ഫോട്ടോ ഞാൻ വെച്ചിരുന്നു, മാർക്സ്, ലെനിൻ, എംഗൽസ്. പക്ഷെ ധ്യാനം കൂടി കഴിഞ്ഞ് വന്നിട്ട് 3 പടങ്ങൾ ഞാൻ തീയിലെറിഞ്ഞ് പകരം 33 വയസ്സുള്ള ഒരു താടിമീശക്കാരൻ്റെ ചോരയൊലിക്കുന്ന മുഖം എൻ്റെ വീടിൻ്റെ വാതിക്കൽ വെച്ചു, നസ്രായനായ യേശുവിൻ്റെ മുഖം. ഇന്ന് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എൻ്റെ ഭാര്യയുടെ കൂടെ കൊന്ത ചെല്ലാൻ, എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എൻ്റെ കുഞ്ഞുങ്ങളെ ഓമനിപ്പിച്ച് കളിപ്പിക്കാൻ. ഇതിന് വിളിക്കുന്ന വാക്ക് പുതിയ ഭാഷ സംസാരിക്കും. സ്നേഹത്തിൻ്റെ, സൗമ്യതയുടെ, ആത്മസംയമനത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഒരു പുതിയ ഭാഷ. ഇപ്പോൾ 1, പിശാചുകളെ ബഹിഷ്കരിക്കും. 2, പുതിയ ഭാഷകൾ സംസാരിക്കും. 3, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. വിശ്വസിക്കുന്ന ആൾക്കാർ മൂർഖമ്പാമ്പിനെ എടുത്ത് കഴുത്തെ വളച്ചു വെച്ചു എന്നല്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. എപ്പോഴും കാണ്ടാമൃഗത്തെ പോലെ വെട്ടുന്ന കെട്ടിയവനെ പ്രാർത്ഥിച്ച് മയപ്പെടുത്തി എടുക്കുന്ന ഒരു ഭാര്യ, എപ്പോഴും മയിലിനെ പോലെ പീലി വിടർത്തി അഹങ്കരിച്ച് ഞെളിയുന്ന ഭാര്യയെ പ്രാർത്ഥനയോടെ നേരെ കൊണ്ടുവരുന്ന ഭർത്താവ്, വഴിതെറ്റിപ്പോയ ഉഴപ്പരായ മോളെ പ്രാർത്ഥിച്ച് നേരായ ദിശയിൽ കൊണ്ടുവരുന്ന അപ്പനമ്മമാർ. അതിന് വിളിക്കുന്ന വാക്ക് അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. അവർ തളരുകയില്ല, വിശ്വസിക്കുന്നവർ പിടിച്ചു നിൽക്കും. അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്ന് സർപ്പസ്വഭാവമുള്ളവരെ, വിഷം തുപ്പുന്നവരെ അവർ കയ്യിലെടുക്കും, തിരുത്തി കൊണ്ടുവരും. ഇപ്പോൾ 1, അവർ ഉള്ളിലെ പിശാചിനെ ബഹിഷ്കരിക്കും. 2, പുതിയ സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, ആത്മസംയമന പുതിയ ഭാഷകൾ സംസാരിക്കും. 3, വിഷം തുപ്പുന്ന സർപ്പസ്വഭാവമുള്ളവരെ അവർ നേടിയെടുക്കും. 4, മാരകമായതെന്ത് കുടിച്ചാലും അവരെ ബാധിക്കുകയില്ല. മാരകമായതെന്ത് കുടിച്ചാലും അവരെ ബാധിക്കുകയില്ല. വിശ്വസിക്കുന്നതെന്നും പറഞ്ഞ് വിഷത്തിൻ്റെ ഒരു കുപ്പിയെടുത്ത് കുടിക്കാമെന്നല്ല. പിന്നെയോ പല കമൻറ്റുകൾ നമ്മൾ കേൾക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം, പള്ളിയോട് ചേർന്ന് നിൽക്കുമ്പം, പള്ളിക്കും സഭയ്ക്കും വേണ്ടി സമയം വ്യയം ചെയ്യുമ്പോൾ, സമ്പത്ത് വ്യയം ചെയ്യുമ്പോൾ ഒരുപാട് പേര് ദൂരെ നിന്ന് പരിഹസിക്കും. അതാണ് ഇന്നത്തെ ലോകം. മനുഷ്യൻ എന്ത് ചെയ്താലും പരിഹാസവും കമൻറ്റും പറയും. ചിലത് കേൾക്കും പെട്ടെന്ന് തളരും, പെട്ടെന്ന് വാടും, ഇനി ഇതൊന്നും വേണ്ടാന്ന് വെക്കും. മാരകമായ എന്തോ കേട്ടപ്പം വാടിപ്പോയി. പക്ഷേ ശരിക്കും വിശ്വസിക്കുന്നവർ ആരെന്തു പറഞ്ഞാലും തളരുകയില്ല, വാടുകയില്ല, പിടിച്ചു നിൽക്കും. മാരകമായത് എന്തു കുടിച്ചാലും അവരെ ബാധിക്കുകയില്ല. അവസാനമായി അവർ രോഗികളുടെ മേൽ കരങ്ങൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ സാമീപ്യം ഒരു സൗഖ്യ സാമീപ്യമായി മാറുന്നു. അവരുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു സൗഖ്യ സാന്നിധ്യമായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ളവർ എവിടെ ചെന്നാലും ഒരു ഹീലിംഗ് പ്രസൻസ് ആയിട്ട് ആ പ്രസൻസ് മാറ്റപ്പെടുന്നു. അങ്ങനെ മാറുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ നാളത്തെ ധ്യാനത്തിൻ്റെ 2, 3, 4 ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകും. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മുടെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ ആരംഭിക്കുന്നു. പറഞ്ഞിരിക്കുന്ന കൃത്യസമയത്ത് നമ്മുടെ ശുശ്രൂഷകൾ നമ്മൾ അവസാനിപ്പിക്കും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ടെലിഫോണിൻ്റെ മുകളിൽ ഒരു പാട്ട് നാട്ടിൽ എഴുതി വെച്ചിരിക്കുന്നവൻ. ആ പാട്ട് ഇങ്ങനെയായിരുന്നു: തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ ഫോൺ എനിക്ക് എന്തിനാ നാഥ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫോണിലൂടെ പലരെക്കുറിച്ച് പലപ്പോഴും കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനത്തും അസ്ഥാനത്തും ഫോണിലൂടെ കുറ്റം പറയാനും പല രീതി പറയാനും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഫോണിനെ കൂടെ ധ്യാനത്തിലേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു 3-4 പേരോട് ഓരോരുത്തരും വിളിച്ച് പറയണം, ഇങ്ങനെ ധ്യാനം നടക്കുന്നു, ഇപ്പം വരണം, വന്നു കൂടണം. ഇപ്പം നിങ്ങൾക്ക് എന്നെപ്പോലെ ഓടി നടന്ന് ധ്യാനിപ്പിക്കാൻ പറ്റുമല്ലോ. പക്ഷേ ഇതുപോലെ ശുശ്രൂഷ ഇനിയുള്ള 3 പൂർണ്ണ ദിവസങ്ങളിൽ ഇവിടെ ക്രമീകരിക്കപ്പെടുമ്പോൾ അതിലേക്ക് സ്നേഹപൂർവ്വം മറ്റുള്ളവരെ ക്ഷണിക്കാനും വിളിക്കാനും പറ്റും. ആ ഒരു ദൗത്യം നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. പണ്ട് നോഹയുടെ കാലത്ത് ഒരു പ്രളയം ഉണ്ടായപ്പോൾ നോഹ സ്വന്തം പേടകത്തിൽ നിന്നും ഒരു കാക്കയും പ്രാവിനെയും പറപ്പിച്ചയച്ചു വെള്ളം താന്നോന്നറിയാൻ. പ്രാവ് പോയി പച്ചല കൊത്തിക്കോട് വന്നപ്പം
നോഹയ്ക്ക് മനസ്സിലായി, വെള്ളം താന്നു. നോഹ കുടുംബസമേതം പേടകം ഇറക്കി. നമ്മുടെ ഇടവകയിലെ കുറേയേറെ നോഹമാർ ഈ വ്യാഴാഴ്ച തന്നെ ഇവിടെ വന്നു. ധ്യാനത്തിൻ്റെ പച്ചല കൊത്തിക്കൊണ്ട് രാത്രി 9 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾ കൊണ്ടുകൊടുക്കുന്ന സന്ദേശമാണ് നമ്മുടെ ഇടവകയിലെ ഒരുപാട് നോഹമാർ കുടുംബസമേതം പേടകറക്കാനുള്ള അവസരമായിട്ട് മാറുക. ആ ദൗത്യം ഏൽപ്പിക്കുന്നു. ഇന്ന് തന്നെ ഇത്രയും പേര് വന്നപ്പം മറ്റു ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പേർക്ക് വരാൻ പറ്റും. എല്ലാവരെയും സ്നേഹപൂർവ്വം വിളിക്കുക, എല്ലാവരെയും ക്ഷണിച്ച് ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരിക. നമ്മൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഗാനം ആലപിക്കും. അതിനുശേഷം നമ്മൾ കുരിശ് വരച്ച് സ്തുതി ചൊല്ലിയാണ് പോവുക. സ്തുതിയുടെ അർത്ഥം കൂടെ ഓർത്തുകൊള്ളുക. ഓർത്തോണ്ട് വേണം ചെല്ലാനായിട്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഒരാളോട് പറയുമ്പം അതിൻ്റെ അർത്ഥം കുരിശ് വര കഴിഞ്ഞ് വീട്ടിലാണേലും പള്ളിയിൽ വെച്ചാണേലും വഴി വെച്ചാണേലും സ്തുതി ചെല്ലുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ഇന്നേ ദിവസം ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എങ്ങനെയെങ്കിലും നോവിച്ചെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ക്ഷമിക്കണം. ഇപ്പോൾ സ്തുതി സ്വീകരിക്കുന്നയാൾ അതുപോലെ ഞാൻ ഓർക്കുന്നുണ്ടോ, എപ്പോഴേ മറന്നുപോയി, അതാണ് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് മറുപടി ചെയ്യുന്നതിൻ്റെ അർത്ഥം. ഈ ചിന്ത മനസ്സിൽ വെക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. അല്പസമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ യാതനാരൂപത്തിൽ തുറന്നു പിടിക്കുക. ദൈവത്തിന് മുമ്പാകെ. ദൈവമായ കർത്താവേ, നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ വലിയ ദാനങ്ങൾ ഞങ്ങളുടെ മേൽ ഭക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആ വിശ്വാസദാർഢ്യം ഞങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറയ്ക്കണമേ. അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുവാൻ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ് അങ്ങ് എന്ന് തിരിച്ചറിയുവാൻ ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. പച്ച മനുഷ്യൻ്റെ സകല കുറവുകളും ബലഹീനതകളും എനിക്കുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ എന്നെ അനുഗ്രഹിക്കുന്ന യാക്കോബിൻ്റെ ദൈവമാണ് നീ എന്ന് ഉറച്ച ബോധ്യം എൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അന്ന് മരുഭൂമിയിൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ 40 വർഷങ്ങളിൽ നയിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ജനനേതാവായി മോശയെ അങ്ങ് തിരഞ്ഞെടുത്തു. മരുഭൂമിയിൽ മന്നയും കാടപ്പക്ഷിയും വെള്ളവും അങ്ങ് കൊടുത്തു. കടലിനെ മുറിച്ചു കര തെളിച്ചു. ചൂട് കൂടിയപ്പോൾ മേഘസ്തംഭമായി കുട ചൂടിച്ചു. ഇരുട്ട് വന്നപ്പോൾ ദീപസ്തംഭമായി അങ്ങ് വിളക്ക് തെളിച്ചു. വിശന്നപ്പോൾ മന്നയായി പെയ്തിറങ്ങി. ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ കാടപ്പക്ഷിയായി പറന്നിറങ്ങി. വെള്ളത്തിന് കൊതിച്ചപ്പോൾ കരിമ്പാറക്കൂട്ടത്തെ ചുരത്തി ജലത്തുള്ളികളായി ഒഴുകിയിറങ്ങി. ഓരോ നിമിഷവും പൂർവ്വപിതാക്കന്മാരിലൂടെ തിരുത്തുവാൻ രാജാക്കന്മാരെയും ഭരിക്കുവാൻ ഗുരുക്കളെയും വിശദീകരിക്കുവാൻ പുരോഹിതരെയും നൽകി അവസാനം ഏകജാതനെ നൽകിയ പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവായ യേശുവേ, ഈ ലോകത്തിൽ വന്ന് പിതാവിൽ ഉറച്ചു വിശ്വസിക്കുവാൻ ശിഷ്യ സമൂഹത്തെ അങ്ങ് പഠിപ്പിച്ചു. അവിടുത്തെ അമ്മ ആ വിശ്വാസത്തിൻ്റെ ആദ്യ സാക്ഷിയായി നിന്നു. ഈശോയെ, ജീവിതത്തിൽ രോഗം വരുമ്പോൾ സൗഖ്യപ്പെടുത്തുന്ന നിന്നിൽ വിശ്വസിക്കുവാൻ, തകർച്ചകളും നൊമ്പരങ്ങളും വരുമ്പോൾ ആശ്വസിപ്പിക്കുന്ന നിന്നിൽ വിശ്വസിക്കുവാൻ, കണ്ണുനീർ താഴ്വരയിൽ കണ്ണുനീരൊപ്പുന്ന അങ്ങിൽ വിശ്വസിക്കുവാൻ, മരണത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുവാൻ ശിഷ്യന്മാരെ പോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, സിയോനിലെ നിത്യകന്യകയായ ദൈവമാതാവേ, പാപികളും പാപങ്ങളുമായ ഞങ്ങൾക്ക് വേണ്ടി
എന്നും നിൻ്റെ പ്രിയമകനോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, നിൻ്റെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ചേർക്കണമേ. നിൻ്റെ നീല അങ്കി കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്ര, ഈ 3 ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തുന്ന വാർഷിക ധ്യാനം എല്ലാം നിൻ്റെ മകനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കി മാറ്റുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ വിളിച്ചു പാടി അമ്മയുടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ബ്രദർ ഷൈജനോട് ചേർന്ന് നമുക്ക് പാടാം. ലില്ലി പൂവേ ഗാദുൽ